പ്രൈസ് ദി ലോർഡ്. പലരും മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ തകർച്ചകളെ കണ്ട് പറയുന്ന ഒരു വാക്കാണ്, ഇത് അവൻ്റെ തലവിധി, തലയിലെടുത്ത് ഇത് മാറുമോ? പലരും തന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ തലയിലെടുത്ത് മാറുമോ? ഇതിന് ഒരു പരിഹാരമുണ്ടോ? സത്യവേദ പുസ്തകത്തിൽ 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യബ്ബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും. തനിക്ക് സഹോദരന്മാരുണ്ടായിരുന്നുവെന്നും ആ സഹോദരന്മാരെല്ലാം മാന്യന്മാരായിരുന്നുവെന്നും നമുക്കവിടെ കാണാൻ കഴിയും. എന്നാൽ തൻ്റെ ജനനം തൻ്റെ മാതാവിന് വേദന ഉണ്ടാക്കിയെന്നും അവൻ തങ്ങൾക്കും അവൻ്റെ സഹോദരന്മാർക്കും എന്നൊരു ഭാരമായി വേദനയായി മാറുമെന്നും കരുതി അവൻ ആ അർത്ഥം വരുന്ന യബ്ബേസ് എന്ന പേരിട്ടു. ഇതെല്ലാം തൻ്റെ വിധി എന്ന് പറഞ്ഞിരുന്നാൽ തൻ്റെ ജീവിതകാലം മുഴുവനും ഒരു ആശ്രിതനെ പോലെ തൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒരു ഭാരമായി മാറുമെന്ന് തിരിച്ചറിഞ്ഞ യബ്ബേസ് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം തൻ്റെ വിധിയെ മാറ്റിമറിക്കുവാനിടയാക്കി. മാത്രമല്ല, അവൻ ജീവിച്ച ആ ദേശം പിൽക്കാലത്ത് അവൻ്റെ പേരിൽ അറിയപ്പെടുവാനും ഇടയായി. യബ്ബേസിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, അങ്ങനെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും അങ്ങയുടെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. യബ്ബേസിൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന ദൈവം കേട്ട് അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി നൽകുവാനിടയായി. നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നത് മറ്റുള്ളവരല്ല, സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 17:2 പ്രശ്നങ്ങളുടെ മധ്യത്തിലും ദാവീദ് വിളിച്ചു പറഞ്ഞത്, എനിക്കുള്ള വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്നും പുറപ്പെടട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ വിധിയെ മാറ്റുവാൻ കഴിയുന്ന നല്ലൊരു കർത്താവ് നമുക്കുണ്ട്. മാനവരാശിയുടെ പാപപരിഹാരത്തിനു വേണ്ടി യാഗമായി തീർന്ന നല്ലൊരു കർത്താവ്. ഇനി ഒരിക്കലും കല്ലറ വിട്ട് പുറത്തു വരികയില്ല എന്ന് വിധിച്ച് കാവൽ ഏർപ്പെടുത്തിയ റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെയും കല്ലറയെയും തകർത്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ കർത്താവ്. ആ യേശുവിൽ വിശ്വസിക്കൂ, പ്രാർത്ഥിക്കൂ. ആ ദൈവം നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാനിടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.